ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഏലിയ സ്ലീവ മൂശക്കാലത്തിലൂടെ നാം കടന്നു പോവുകയാണ്. പ്രേക്ഷിത പ്രഭാഷണം എന്നറിയപ്പെടുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം യേശു ശിഷ്യന്മാരെ പല സ്ഥലങ്ങളിൽ അയക്കുന്നതും അയക്കപ്പെടേണ്ടവൻ എങ്ങനെ ജീവിക്കണമെന്നും അയക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മുൻകരുതലുകളെയും നിർദ്ദേശങ്ങളെയും കുറിച്ചിട്ടാണ് വിശുദ്ധ മത്തായി സുവിശേഷം അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ ഒരു മുൻ ആസ്വാദനമായിട്ടാണ് ഇന്നത്തെ സുവിശേഷത്തെ നാം ധ്യാനിക്കേണ്ടതും ചിന്തിക്കേണ്ടതും. ഇന്നത്തെ ഈ തിരുവചനം വായിക്കുമ്പോൾ പലപ്പോഴും ഒരു ആശങ്ക ഉളവാക്കുന്ന കാര്യം നമുക്ക് ചിലപ്പോൾ മനസ്സിലാകാനായിട്ട് സാധ്യതയുണ്ട്. കാരണം യേശു പഠിപ്പിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ വിപരീതമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. വചനം പറയുന്നു, സമാധാനമല്ല ഞാൻ ഈ ലോകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കരുത്, സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാം, സമാധാന രാജാവാണ് കർത്താവ്. സുവിശേഷങ്ങൾ നമുക്ക് വായിച്ചെടുക്കുമ്പോൾ സമാധാനത്തെക്കുറിച്ചുള്ള വിവിധ തരത്തിലുള്ള മാതൃകകളും പ്രചോദനങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ ജനന അറിയിപ്പ് തന്നെ ഭൂമി സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ഒരു വലിയൊരു ആഹ്വാനമാണ്. ഉദ്ധാന ശേഷം യേശു ശിഷ്യന്മാർക്ക് നൽകിയ വലിയൊരു ആഹ്വാനവും നിങ്ങൾക്ക് സമാധാനം എന്ന വലിയൊരു ആഹ്വാനമാണ്. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യേശുവിൻ്റെ വരവിൻ്റെ പരിണിത ഫലം ഭവനത്തിലെ ഭിന്നതയായിട്ടാണ് ചിലർക്കെങ്കിലും അനുഭവപ്പെടുക. എന്നാൽ കുറച്ചുപേർ യേശുവിൽ വിശ്വസിച്ച് അവിടുത്തെ അനുയായികളായി തീരുമ്പോഴും എന്നാൽ മറ്റുള്ളവർ യേശുവിനെ തള്ളിപ്പറഞ്ഞ് അവർക്കെതിരായി തീരുകയും ചെയ്യുന്നു. ഈ ഒരു കാര്യമാണ് ഇന്നത്തെ സുവിശേഷം ഭിന്നത അഥവാ ഭിന്നിപ്പിച്ച വാൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34-ാം വാക്യത്തിൽ ഭിന്നിപ്പിച്ചാൽ വാൾ എന്നതിനെ കുറിച്ചും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 49-ാം വാക്യം ഭിന്നിപ്പിന്റെയും കലഹത്തിന്റെയും അഗ്നിയായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് കുടുംബ ബന്ധത്തെക്കാൾ ഒരു ക്രിസ്തു ശിഷ്യന് ഉണ്ടായിരിക്കേണ്ടത് ഗുരുവിനോടുള്ള അതീവ തീവ്രമായ ഒരു വിശ്വസ്തത ഉണ്ടാകണമെന്ന ഒരു അതിയായ ആഗ്രഹമാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് പറഞ്ഞു വെക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ യോഗ്യത നേടാനായിട്ടുള്ള വലിയൊരു ആദ്യത്തെ ഉപാധിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എല്ലാവരെയും ദൈവത്തെ സ്നേഹിക്കുക. രണ്ടാമത്തെ ഉപാധിയാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 38-ൽ കാണുന്നത് പോലെ തൻ്റെ കുരിശുമെടുത്ത് അനുഗമിക്കുക എന്നത്. തൻ്റെ കുരിശെടുത്ത് അനുഗമിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് കാണുമ്പോൾ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് മനസ്സിലാകുന്നത്. ഒന്ന്, ശിഷ്യൻ ഗുരുവിനെ പ്രതി രക്തസാക്ഷിയായി മാറുക. രണ്ടാമതായി, അനിത ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എതിർപ്പുകളും സഹിക്കുവാനായിട്ട് അവൻ തയ്യാറാവുക. പ്രിയമുള്ളവരെ, ഈ 2 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കാനായിട്ട് സാധിച്ചാൽ വചനം പറയുന്നത് പോലെ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുകയോ കണ്ടെത്തുകയോ ചെയ്യുന്നവൻ നിത്യജീവൻ അവകാശമാക്കുമെന്നുള്ള വലിയൊരു ഉറപ്പാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് വരച്ചു കാട്ടുന്നത്. ഒരു ക്രിസ്തു ശിഷ്യൻ സഞ്ചരിക്കേണ്ട വഴി കുരിശിന്റെ വഴിയാണ്. അവനെ അനുഗമിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വം ഈ ഒരു കുരിശിന്റെ വഴിയിലേക്കുള്ള വലിയൊരു ആഹ്വാനമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിലെ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ആകുലതകളുമെല്ലാം അവന്റെ കുരിശോട് ചേർത്ത് വെച്ചുകൊണ്ട് അനുഗമിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായിട്ട് നമുക്ക് മാറുവാനായിട്ട് സാധിക്കും. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കുക. ക്രിസ്തുവിനെ സ്വന്തമാക്കിയപ്പോൾ അവന്റെ ജീവിതത്തിലുണ്ടായിരുന്ന കുടുംബം അവനിൽ നിന്ന് അന്യമായി പോയി. അവന്റെ അപ്പൻ അവന് എതിരായി മാറി. ആടിയും പാടിയും സഞ്ചരിച്ചിരുന്ന കൂട്ടുകാര് അവനിൽ നിന്ന് ഓടി ഒളിച്ചു. ഫ്രാൻസിലെ തെരുവോരങ്ങൾക്ക് അവൻ വട്ടനായി മാറി. ക്രിസ്തുവിനെ അവൻ പുണർന്നപ്പോൾ പല കാരണങ്ങൾക്കും ഭിന്നിപ്പിനു വരെ കാരണമായി. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ഈ തിരുവചനം നമ്മോട് പങ്കുവെക്കുന്ന 2 കാര്യങ്ങളുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ക്രിസ്തുവിനെ സ്വന്തമാക്കിയതുപോലെ നമ്മുടെ അനുദിന കുരിശ്, അതായത് നമ്മുടെ സഹനങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ആകുലതകൾ എല്ലാം കുരിശോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ക്രിസ്തു ശിശുവിന്റെ പക്വതയിലേക്ക് വളരുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. സഹോദര ബന്ധത്തെക്കാൾ ദൈവബന്ധത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട് ഒരു നല്ല ക്രിസ്തു ശിഷ്യനായി ജീവിക്കുവാനായിട്ടുള്ള വലിയൊരു കൃപാവരം നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.